എല്ലാവർക്കും നമസ്കാരം. ഈ വരുന്ന ഞായറാഴ്ച പെന്തക്കുസ്ത തിരുനാളോടുകൂടി സീറോ മലബാർ സഭയിൽ, കേരള സഭയിൽ മതബോധന ഞായർ ആചരണവും സൺഡേ സ്കൂളിന്റെ പുതിയ അധ്യയന വർഷത്തിന്റെ ആരംഭവും ഒക്കെ നടക്കുകയാണ്. സഭയുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗങ്ങളിൽ ഒന്നാണ് വിശ്വാസ പരിശീലന രംഗം. ഒരു പുതിയ അധ്യയന വർഷം പടിവാതിൽക്കൽ വന്നു നിൽക്കുമ്പോൾ നമ്മുടെ സൺഡേ സ്കൂളുകൾ വീണ്ടും പ്രവർത്തനത്തിൽ സജീവമാകാൻ തുടങ്ങുമ്പോൾ മതബോധനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്, മതബോധകരുടെ സഭാ സമൂഹത്തിലെ യഥാർത്ഥ സ്ഥാനത്തെക്കുറിച്ച്, വിശ്വാസ പരിശീലനത്തിന്റെ ആദ്യ കളരികളെക്കുറിച്ച് നമുക്ക് ധാരണ ഉണ്ടാവുന്നത് വളരെ നല്ലതാണ്. സഭയുടെ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വിശ്വാസ പരിശീലനം എന്ന് പറയുന്നത്. പാഠപുസ്തകങ്ങളുടെ പഠിപ്പിക്കലുകളോ, പരീക്ഷകളുടെ നടത്തിപ്പോ, മത്സരങ്ങളുടെ വിവിധ ക്രമീകരണങ്ങൾക്കോ അപ്പുറത്തേക്ക് ഒരു തലമുറ അവർ സ്വീകരിച്ചതും ജീവിച്ചതുമായ വിശ്വാസം അടുത്ത തലമുറയ്ക്ക് കൈമാറുന്ന സ്ഥലങ്ങളാണ് യഥാർത്ഥത്തിൽ മതബോധന വേദികൾ, വിശ്വാസ പരിശീലന രംഗങ്ങൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ തലമുറകൾ മറ്റൊരു തലമുറയ്ക്ക് വിശ്വാസം കൈമാറുന്ന ഈ വേദികളെ കുറിച്ച്, അവയുടെ എല്ലാ കാലത്തെയും പ്രസക്തിയെക്കുറിച്ച്, ആ ശുശ്രൂഷയ്ക്ക് ആത്മസമർപ്പണം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് സഭാ സമൂഹത്തിൽ ഉണ്ടാവേണ്ട സ്ഥാനത്തെക്കുറിച്ചുള്ള കൃത്യമായൊരു ധാരണ ഈ വിശ്വാസ കൈമാറ്റത്തിന് നമ്മളെ കൂടുതൽ സഹായിക്കും. പടിഞ്ഞാറൻ രാജ്യങ്ങളെക്കുറിച്ചൊക്കെ വിശ്വാസം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് നമ്മൾ പലയിടങ്ങളിൽ ചർച്ച ചെയ്യാറുണ്ട്. ആളുകുറയുന്ന ദേവാലയങ്ങളും അനുഷ്ഠാനപരമായ ആത്മീയതയോട് വിമുഖത കാണിക്കുന്ന ഒരു പുതിയ തലമുറയും ഒക്കെ നമ്മുടെ മുമ്പിലെ യാഥാർത്ഥ്യങ്ങൾ തന്നെയാണ്. വിശ്വാസം ഇല്ലാതിരുന്ന ആളുകളാണോ ഇന്ന് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഒക്കെ സംസ്കാരത്തിലൊക്കെ ഇന്ന് വിശ്വാസ ജീവിതത്തിൽ അകന്നു നിൽക്കുന്നത്? ഒരിക്കലും ആയിരുന്നില്ല. കേരളത്തെക്കാൾ 10 മടങ്ങ് ആഴമുള്ള വിശ്വാസത്തിന്റെ ഉടമകളെ നമ്മൾ പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ കാണും. അതുകൊണ്ടാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വന്ന മിഷണറിമാരുടെ പ്രേക്ഷിത തീക്ഷ്ണതയെക്കുറിച്ചൊക്കെ നമ്മൾ അറിയുന്നത്. വിശ്വാസം പ്രോജ്വലമായിട്ട് ജലിച്ചു നിന്ന ആയിരക്കണക്കിന് വിശുദ്ധരെ സഭയ്ക്ക് കൊടുത്ത പല രാജ്യങ്ങളിലും ഇന്ന് ദേവാലയങ്ങൾ ശുഷ്കമായി കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുമ്പോൾ, വിശ്വാസം ഇല്ലാതിരുന്നിട്ടല്ല ഇന്നവിടെ വിശ്വാസ പ്രതിസന്ധി നേരിടുന്നത്. തങ്ങളുടെ ജ്വലിച്ചു നിന്ന ഒരു വിശ്വാസത്തെ അതേ തീക്ഷ്ണതയോടെ അടുത്ത തലമുറയ്ക്ക് കൈമാറുന്നതിൽ വന്ന അവധാനതക്കുറവാണ് ഇന്നത്തെ വിശ്വാസ തകർച്ചയുടെ കാരണം. എന്ന് പറഞ്ഞാൽ, പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ വിശ്വാസം തകർന്നു എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രഥമ കാരണങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ വിശ്വാസ കൈമാറ്റത്തിൽ, വിശ്വാസ പരിശീലനത്തിൽ അവിടെ കാണിച്ച ജാഗ്രതക്കുറവിലാണ് കാരണങ്ങളിൽ ഒന്ന് നമ്മൾ കണ്ടെത്തുന്നത്. അത് നമുക്കൊരു പുതിയ ദിശാബോധം നൽകണം. ഒരടയാളമാണ് ഈ കാലഘട്ടത്തിൽ നമ്മുടെ മതബോധന സംവിധാനത്തെ, വിശ്വാസ പരിശീലന രീതികളെ കുട്ടികളും മതാധ്യാപകരും മാതാപിതാക്കളും ഉൾപ്പെടുന്ന ഒരു കൂട്ടായ്മയിൽ നിർവഹിക്കപ്പെടേണ്ട ഈ ശുശ്രൂഷയുടെ സമകാലിക പ്രസക്തിയെക്കുറിച്ച് നമ്മൾ വീണ്ടും വിചാരപ്പെടാൻ നിശ്ചയമായും നമ്മളെ നിർബന്ധിക്കണം. ഒരു കാലത്ത് ജ്വലിച്ച വിശ്വാസത്തിന്റെ മാതൃകളായിരുന്ന പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഇന്ന് വിശ്വാസ തകർച്ചകളെ നേരിട്ടുകൊണ്ടിരിക്കുന്നു. തങ്ങളുടെ വിശ്വാസം കൈമാറുന്നതിൽ എവിടെയോ ചില തലമുറകൾ പരാജയപ്പെട്ടതാണ് ഇന്നത്തെ വിശ്വാസ തകർച്ചയുടെ കാരണമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു പുതിയ മതബോധന വർഷം തുടങ്ങുകയാണ്. മതാധ്യാപകരെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് തന്നെ നമുക്കിത് ആരംഭിക്കാം. ആരാണ് വിശ്വാസ പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ? സഭയുടെ ഏറ്റവും പൗരാണിക ശുശ്രൂഷ എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ അന്തിക്കു മിനിസ്റ്റീരിയം എന്ന് പറയുന്ന അപ്പസ്തോലിക പ്രബോധന രേഖയിൽ മതബോധന ശുശ്രൂഷ നിർവഹിച്ചിരിക്കുന്നത്. വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ കൃത്യമായി വിശ്വാസ പരിശീലകരുടെ സ്ഥാനത്തെ നിർവചിച്ചിട്ടുള്ളത് ശ്രദ്ധേയമാണ്. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ കോരിന്തോസുകാർക്ക് എഴുതിയ ലേഖനത്തിന്റെ 1-ാം ലേഖനത്തിന്റെ 12-ാം അധ്യായം 28-29 വാക്യങ്ങളിൽ പൗലോസ് അപ്പസ്തോലൻ ഇങ്ങനെ പറയുന്നു: ദൈവസഭയിൽ 1-ാമത് അപ്പസ്തോലന്മാരെയും 2-ാമത് പ്രവാചകരെയും 3-ാമത് പ്രബോധകരെയും നിയമിച്ചിരിക്കുന്നു. ഇവിടെ പ്രബോധകർ എന്ന അർത്ഥത്തിൽ പൗലോസ് ശ്ലീഹ ഉപയോഗിച്ചിരിക്കുന്നത് ദിദാസ്കാലോസ് എന്ന് പറയുന്ന ഗ്രീക്ക് വാക്കാണ്. ടീച്ചർ, അധ്യാപകൻ എന്നാണ് അർത്ഥം. വീണ്ടും എഫെസോസ് ലേഖനത്തിന്റെ 4:11 പൗലോസ് ശ്ലീഹ ആവർത്തിക്കുന്നു: അവൻ ചിലരെ അപ്പസ്തോലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ മെത്രാന്മാരായും മറ്റു ചിലരെ ഉപദേഷ്ടാക്കളായും നിയോഗിച്ചിരിക്കുന്നു.
ഇവിടെയും ദിദാസ്കാലോസ് എന്ന വാക്കാണ് ഉപദേഷ്ടാക്കൾ, പ്രബോധകർ എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത്. ഗലാത്യ ലേഖനത്തിന്റെ 6:6 ഇതേ പൗലോസ് തന്നെ പറയും, വചനം പഠിപ്പിക്കുന്നവന് തന്റെ എല്ലാ നന്മകളിൽ നിന്ന് ഒരു ഓഹരി കൊടുക്കണം. ഈ പറയുന്നതിന്റെ അർത്ഥം പുതിയ നിയമം, വിശുദ്ധ ഗ്രന്ഥം, ആദിമസഭ, അപ്പസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കും ശേഷം പരിഗണിച്ച ഏറ്റവും നിസ്തുലമായ സഭയിലെ സേവനമായിരുന്നു വിശ്വാസ കൈമാറ്റത്തിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. എന്നാൽ കാലാന്തരത്തിൽ ഈ ശുശ്രൂഷയെ അതിന്റെ മഹത്വത്തിൽ പരിഗണിക്കുന്നതിനോ ആ സ്ഥാനത്തെ ആദരിക്കുന്നതിനോ പലപ്പോഴും സഭാസമൂഹത്തിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. ഈ പദവിയുടെയും ശുശ്രൂഷയുടെയും സ്ഥാനവും ഔന്നത്യവും മനസ്സിലാക്കാത്ത കൊണ്ട് തന്നെ പലപ്പോഴും വേണ്ടത്ര ഒരുക്കവും അതിനുവേണ്ട തയ്യാറെടുപ്പുകളും കൂടാതെ പലരും ഈ ശുശ്രൂഷ മേഖലകളിലേക്ക് കടന്നു വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു സഭയിലെ തൊഴിൽ പോലെ നിർവഹിക്കപ്പെടേണ്ടതല്ല മതാധ്യാപന ശുശ്രൂഷ. സഭയുടെ ഏറ്റവും പുരാതനമായ ഒരു തലമുറയ്ക്ക് അടുത്ത തലമുറയിലേക്ക് ജീവനുള്ള വിശ്വാസത്തെ പറിച്ചു കൊടുക്കാനുള്ള ഏറ്റവും ദീപ്തമായ ശുശ്രൂഷയാണിതെന്നാണ് വേദപുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ അപ്പസ്തോലന്മാർക്കും പ്രവാചകന്മാർക്കും ശേഷം സഭയിലെ ഉന്നതമായ പദവിയാണ് വേദപാഠം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ, വിശ്വാസ പരിശീലകനാവുക എന്ന് പറഞ്ഞാൽ. ഈ ഒരു തിരിച്ചറിവ് യഥാർത്ഥത്തിൽ കേരള സഭയിലെ എന്നല്ല, ആഗോള സഭയിലെ എല്ലാ മതാധ്യാപകർക്കും ഉണ്ടാവേണ്ടതാണ്. അവരുടെ മുൻപിൽ അവരെ ശ്രവിക്കുന്ന കുട്ടികൾക്കുണ്ടാവേണ്ടതാണ്. മാതാപിതാക്കന്മാർക്ക്, ക്രൈസ്തവരായ മാതാപിതാക്കന്മാർക്ക് ഉണ്ടാവേണ്ടതാണ്. ദൈവത്താൽ നിയോഗിക്കപ്പെട്ട സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശുശ്രൂഷയാണ് അവർ നിർവഹിക്കുന്നതിനാൽ തന്നെ ഓരോ മതാധ്യാപകനും ഇടവക സമൂഹങ്ങളിൽ ആദരിക്കപ്പെടണം. അവരുടെ സമർപ്പണത്തെയും സേവനത്തെയും തീർച്ചയായും അംഗീകരിക്കപ്പെടുക തന്നെ വേണം. അതുപോലെ തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ മതബോധന ശുശ്രൂഷയെ ഏറ്റവും സുന്ദരമാക്കി അവതരിപ്പിച്ചത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ്. അദ്ദേഹം ആരാണ് ഒരു വിശ്വാസ പരിശീലകൻ എന്നതിന് സുന്ദരമായ ഒരു നിർവചനം തരുന്നുണ്ട്. ഹു ആർ ദ കാറ്റക്കിസ്റ്റ്? ഫ്രാൻസിസ് മാർപ്പാപ്പ പറയും, they are the people who keep the memory of Christ alive. ക്രിസ്തുവിന്റെ ഓർമ്മ സജീവമായി നിലനിർത്തുന്നവരാണ് വിശ്വാസ പരിശീലകർ. നസ്രായനായ ഈശോ കാലഹരണപ്പെട്ടു പോകാതിരിക്കാൻ, അവനെ മനുഷ്യർ മറന്നു കളയാതിരിക്കാൻ വേണ്ടി നിരന്തരം അവന്റെ ഓർമ്മ സജീവമായി നിലനിർത്തപ്പെടുന്നതിന് അധ്വാനിക്കുന്നവരാണ് ഓരോ വിശ്വാസ പരിശീലകനും. അവരുടെ വിശ്വാസ കൈമാറ്റത്തിലൂടെയാണ് അടുത്ത തലമുറയിൽ ക്രിസ്തു ഓർമ്മിക്കപ്പെടാൻ പോകുന്നത്. അങ്ങനെയെങ്കിൽ എവിടെയെങ്കിലും ഒരു തലമുറയിൽ നസ്രായനായ യേശുവും അവന്റെ സുവിശേഷത്തിന്റെ മൂല്യങ്ങളും വിസ്മരിക്കപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം ഈ ക്രിസ്തു ഓർമ്മിക്കപ്പെടുന്ന ശുശ്രൂഷ ചെയ്യേണ്ടവർ അതിനുവേണ്ട ആത്മാർപ്പണത്തിലും അതിനുവേണ്ട സ്ഥിരോത്സാഹത്തിലും തയ്യാറെടുപ്പുകളിലും വരുത്തിയ വീഴ്ചകളാവാം. തങ്ങളുടെ വിളിയുടെ ശ്രേഷ്ഠത ഓരോ മതാധ്യാപകനും തിരിച്ചറിയുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. യു ആർ ദ പീപ്പിൾ ഹു കീപ് ദ മെമ്മറി ഓഫ് ക്രൈസ്റ്റ് അലൈവ്. നസ്രായന യേശുവിന്റെ ഓർമ്മ സജീവമായി നിലനിർത്തുന്നവരാണ് നിങ്ങൾ. ഫ്രാൻസിസ് മാർപ്പാപ്പ തുടർന്ന് പറയും, കാറ്റക്കിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ദൈവവിളിയാണ്, അതൊരു പ്രൊഫഷൻ അല്ല. അതിന്റെ അർത്ഥം ദൈവത്താൽ നിയോഗിക്കപ്പെടുകയാണ് ഓരോ മനുഷ്യനും വിശ്വാസ പരിശീലകനായിട്ട് സേവനം ചെയ്യാൻ, സമർപ്പണം ചെയ്യാൻ. വികാരിയച്ഛന്റെ ക്ഷണം കൊണ്ട് വേദപാഠം പഠിപ്പിക്കാൻ വരുന്നവരല്ല. നസ്രായന യേശു തന്നെ അവന്റെ ഓർമ്മ അടുത്ത തലമുറയ്ക്ക് കൊടുക്കാൻ വിളിച്ചു ചേർത്ത ആളുകളാണ് ഓരോ വിശ്വാസ പരിശീലകർ. സഭയിൽ വിശ്വാസ പരിശീലകരുടെ ഉന്നതമായ സ്ഥാനത്തെ അവർ ചെയ്യുന്ന ഒരു തലമുറയിൽ നിന്ന് അടുത്തതിലേക്ക് വിശ്വാസം പറിച്ചു നടത്തുന്ന പ്രക്രിയയെ നമുക്ക് ആദരവോടുകൂടി ഈ പുതിയ മതാബോധന വർഷത്തിൽ വീക്ഷിക്കാൻ സാധിക്കട്ടെ, അവരോട് സഹകരിക്കാൻ സാധിക്കട്ടെ. പലപ്പോഴും ഇന്ന് മാതാപിതാക്കൾ, ക്രൈസ്തവരായ കത്തോലിക്കരായ മാതാപിതാക്കൾ പുതിയ തലമുറയിൽ ചിന്തിക്കുന്നത് ഈ വിശ്വാസ പരിശീലനം എന്ന് പറയുന്നത് മതാധ്യാപകരുടെ ഒരു ഞായറാഴ്ചത്തെ 1-2 മണിക്കൂർ നേരം നീളുന്ന ഒരു പ്രവർത്തനമായിട്ടാണ്. സൺഡേ സ്കൂളുകളുടെ തുടക്കത്തെക്കുറിച്ചുള്ള ഒരു ചിന്ത ഇവിടെ വളരെ സഹായകരമാണ്. കേരള സഭയിൽ എത്ര വർഷമായിട്ടുണ്ടാവും ഇന്ന് കാണുന്ന പോലെ ഈ ഞായറാഴ്ചത്തെ വേദപാഠ കാര്യങ്ങൾ തുടങ്ങിയിട്ട് സൺഡേ സ്കൂളുകൾ ആരംഭിച്ചിട്ട്? ഏറിയാൽ ഒരു 100 വർഷം. അപ്പൊ 2000 വർഷത്തിന്റെ ദീപ്ത വിശ്വാസ പൈതൃകമുള്ള ഈ സഭ ബാക്കി 19 നൂറ്റാണ്ട് എവിടെയായിരുന്നു വിശ്വാസം പഠിപ്പിച്ചത്? നമ്മൾ ചിന്തിക്കണം. 19 നൂറ്റാണ്ട് എവിടെ വിശ്വാസം പഠിപ്പിച്ചു? വീടുകളിലാണ്. കഷ്ടി 100 വർഷമേ ആയുള്ളൂ
ഇന്നു കാണുന്ന രീതിയിൽ വിശ്വാസ പരിശീലനം, കാറ്റഗിസം, സൺഡേസ് ക്ലാസുകൾ ഒക്കെ തുടങ്ങിയിട്ടെങ്കിൽ ബാക്കി 19 നൂറ്റാണ്ട് വിശ്വാസം പഠിപ്പിച്ചത് വീട്ടിലാണ്. അപ്പൊ ദീപ്തമായ ഒരു ആഴമുള്ള വിശ്വാസത്തിന്റെ ഉടമകളായ ഒരു സമൂഹം ഇവിടെ തലമുറകളായി കൈമാറ്റപ്പെട്ടു വന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം വീടുകൾ വിശ്വാസ പരിശീലനത്തിന്റെ പ്രഥമ കളരികളായി മാറിയിരുന്നു എന്നുള്ളതാണ്. ഇന്ന് ആധുനികതയുടെ തിരക്കിനിടയിൽ, ഭൗതികതയുടെ വളർച്ചയ്ക്കിടയിൽ തങ്ങളെ ദൈവമേൽപ്പിച്ച വിശ്വാസ കൈമാറ്റത്തിന്റെ വലിയ ദൗത്യത്തെ അനേക മാതാപിതാക്കൾ, കത്തോലിക്കരായ മാതാപിതാക്കൾ സൗകര്യപൂർവ്വം വിസ്മരിക്കുകയും ഭൗതിക ജീവിതത്തിന്റെ തിരക്കുകളിലും മക്കൾക്ക് ഭൗതിക ജീവിതത്തിന്റെ ക്രമീകരണങ്ങൾ ഉറപ്പിക്കുന്നതിലും മാത്രം അവർ ശ്രദ്ധാലുക്കളാവുകയും ചെയ്യുന്നത് വഴി വിശ്വാസം എന്ന ദാനം കൈമാറുന്നതിൽ പലയിടങ്ങളിലും പരാജയങ്ങൾ ഉണ്ടാവും. ആ ചുമതല ഒരു സൺഡേ സ്കൂൾ ക്ലാസ്സിലേക്ക് മാത്രം ഏൽപ്പിച്ച് മാതാപിതാക്കൾ മക്കളെ ഭൗതിക മനുഷ്യരാക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുന്നതിനിടയിൽ അവർ തീരെ ആത്മീയ മനുഷ്യരാവാതെ പോകുന്നു എന്നുള്ളതാണ്. വർത്തമാനകാലത്തിലെ സഭയിൽ, സമൂഹത്തിൽ നമ്മൾ കാണുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഇതാണ്. യുവതലമുറ, വളർന്നു വരുന്നവരുടെ ആത്മീയാഭിമുഖ്യങ്ങൾ നഷ്ടപ്പെടുന്നു. കുടുംബമെന്ന പ്രഥമ വിശ്വാസ പരിശീലന കളരികൾ ഉണരുക തന്നെയാണ് ഈ പ്രതിസന്ധിക്കുള്ള പരിഹാരമെന്ന് പറയുന്നത്. മാതാപിതാക്കൾ തങ്ങൾ സ്വീകരിച്ച വിശ്വാസത്തെ അതിന്റെ തീക്ഷ്ണതയോടുകൂടി അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ തയ്യാറാവണം. അതോടൊപ്പം തന്നെ സഭയുടെ ഔദ്യോഗികമായ വിശ്വാസ പരിശീലന വേദികളായ കാറ്റഗിസം ക്ലാസുകളിൽ, സൺഡേ സ്കൂളിന്റെ പ്രോഗ്രാമുകളിൽ, ആരാധനക്രമത്തിന്റെ പരിശീലനങ്ങളിൽ മതാധ്യാപകരോടും ഇടവക സമൂഹത്തോടും വൈദികരോടും തികച്ചും സഹകരിക്കാനുള്ള നല്ല മനസ്സുകൂടി ഈ കാലഘട്ടങ്ങളിൽ മാതാപിതാക്കന്മാർക്ക് ഉണ്ടാവേണ്ടതുണ്ട്. വേദപാഠ പരിശീലനത്തിന്റെ ഭാഗമായി പള്ളിയിൽ ഒരല്പം താമസിച്ചാൽ ഉടനെ വന്ന് വൈദികനോടോ മതാധ്യാപകരോടോ ശണ്ട കൂടുന്ന മാതാപിതാക്കൾ മക്കളെ ആത്മീയ മനുഷ്യരാക്കുന്നതിന് പകരം തികഞ്ഞ ഭൗതികരാക്കുന്നതിനുള്ള മാതൃകകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. സഭയൊന്നാകെ ഒരുമിച്ച് പരിശ്രമിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നിയോഗമാണ് വിശ്വാസ കൈമാറ്റം. അതാരെങ്കിലും 1-2 പേരുടെ മാത്രം ചുമതലയാക്കി മാറ്റുകയല്ല, സഭയുടെ ഒന്നാകെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തയും ശ്രദ്ധയും പതിയേണ്ട മേഖലയാണ്. നസറായനായ യേശു അടുത്ത തലമുറയിൽ ദീപ്ത സ്മരണയായി നിലനിൽക്കണമെന്ന് നമുക്ക് ഒരുമിച്ച് ആഗ്രഹിക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പ മതബോധന ശുശ്രൂഷയെ ഒരു അൽമായ ശുശ്രൂഷയായി, ലേ മിനിസ്ട്രിയായി ഉയർത്തിക്കൊണ്ടാണ് ആന്തിക്കു മിനിസ്തേരിയം എന്ന് പറയുന്ന പ്രബോധന രേഖ എഴുതിയത്. 4 കാര്യങ്ങൾ മതാധ്യാപകരെ, വിശ്വാസ പരിശീലന രംഗത്ത് ഏർപ്പെട്ടിരിക്കുന്നവരെ ഫ്രാൻസിസ് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നു. 1, അവർ ചെയ്യുന്നത് ശിഷ്യരാകാൻ സഹായിക്കലാണ്. വേദപാഠം പഠിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ, വിശ്വാസ പരിശീലനം എന്ന് പറഞ്ഞാൽ നല്ല ശിഷ്യരാകാൻ, അടുത്ത തലമുറയെ നസ്രായനായ യേശുവിന്റെ നല്ല ശിഷ്യരാകാനുള്ള ഒരുക്കലാണ് എന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയും. പ്രിയപ്പെട്ട മതാധ്യാപകരെ, വിശ്വാസ കൈമാറ്റ മേഖലകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ, നിങ്ങളെ ദൈവം ഏൽപ്പിച്ചത് നല്ല ശിഷ്യരാകാൻ ഒരു തലമുറയെ ഒരുക്കാനുള്ള ദീപ്തമായ ശുശ്രൂഷയാണ്. വീണ്ടും ഫ്രാൻസിസ് മാർപ്പാപ്പ പറയും, മതബോധന ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ സഭാത്മകമായൊരു മാനം എപ്പോഴും കാത്തു സൂക്ഷിക്കണം. മാർപ്പാപ്പ പറയുന്നത്, ഒരു രൂപതയുടെ പ്രഥമ മതാധ്യാപകൻ എന്ന് പറയുന്നത് അവിടുത്തെ മെത്രാനാണ്. അഭിവന്ദ്യനായ മെത്രാനോട് ചേർന്ന് വൈദികരും മതാധ്യാപകരും പ്രവർത്തിക്കുമ്പോഴാണ് ആ രൂപതയിലെ വിശ്വാസ പരിശീലനം സഭാത്മകമായിട്ട് മാറുന്നത്. അപ്പോൾ സഭയുടെ ശ്ലൈഹിക നേതൃത്വത്തോട് ആത്മബന്ധത്തോടുകൂടി മാത്രമേ ഈ ശുശ്രൂഷ നിർവഹിക്കാൻ പറ്റൂ എന്നുള്ളതാണ്. കലഹിച്ചോ, പഴി പറഞ്ഞോ, പരാതികൾപ്പെട്ടോ, മാറി നിന്നോ ആത്മാവിന്റെ തേജോമയമായ ഈ ശുശ്രൂഷ നമുക്ക് നിർവഹിക്കുക സാധ്യമല്ല. സ്നേഹത്തിന്റെ സഹകരണത്തിലൂടെ നിർവഹിക്കേണ്ടതാണ് ഈ ഒരു ശുശ്രൂഷ എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്. 3, ഫ്രാൻസിസ് മാർപ്പാപ്പ പറയും, മതബോധന ശുശ്രൂഷയിൽ വിശ്വാസ കൈമാറ്റത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ആഴമായ പ്രാർത്ഥനാ ജീവിതം ഉണ്ടാവണം. ക്ലാസ് റൂമുകളിൽ തങ്ങൾ പഠിപ്പിക്കുന്ന പാഠപുസ്തകങ്ങൾക്കപ്പുറത്ത് തങ്ങൾ അനുഭവിച്ച നസറായനായ യേശുവിനെ, തങ്ങൾക്ക് സ്വന്തമായ ആത്മീയ അനുഭവത്തെ, പ്രാർത്ഥനാനുഭവത്തെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നത്ര ദീപ്തമായ ആത്മീയതയുള്ള മനുഷ്യരാവണമെന്നാണ്. പാഠപുസ്തകങ്ങൾ പഠിപ്പിക്കുന്നതിനപ്പുറം വ്യക്തിജീവിതത്തിലെ ഒരു ആത്മീയ അനുഭവവും പകർന്നു കൊടുക്കാൻ പറ്റാത്ത വിധം നിർജീവമായി പോകുന്ന പല സൺഡേ സ്കൂൾ ക്ലാസ് റൂമുകളെയും നമ്മൾ വിചിന്തനം ചെയ്യേണ്ടതുണ്ട്. പാഠപുസ്തകമല്ല, അധ്യാപകന്റെ ആത്മീയ ജീവിതം, വിശ്വാസ ജീവിതമാണ്
പലപ്പോഴും കൂടുതൽ ദീപ്തമായി കുട്ടികളുടെ മനസ്സിൽ പതിയുന്നത്. അതുകൊണ്ടാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത്, വിശ്വാസ പരിശീലകർക്ക് ആഴമായ വ്യക്തിപരമായ പ്രാർത്ഥനയുടെ, വചനവായനയുടെ, ധ്യാനത്തിന്റെ ഒരു ആത്മീയമായ ആഴമുണ്ടാവണം. നാലാമത് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയും, വിശ്വാസ പരിശീലകർ കാലത്തിനൊത്ത അറിവിലും അഭിഷേകത്തിലും വളരണം, അപ്ഡേറ്റ് ചെയ്യപ്പെടണമെന്നാണ്. സഭയുടെ വിശ്വാസത്തിന്റെ ഏറ്റവും അടിസ്ഥാനങ്ങളെ പോലും അറിയാത്ത, പരിശുദ്ധ ത്രിത്വത്തിന്റെ രഹസ്യത്തെ മനസ്സിലാക്കാത്ത, കത്തോലിക്കരുടെ കയ്യിലുള്ള വിശുദ്ധ ബൈബിളും പ്രൊട്ടസ്റ്റന്റ് പെന്തക്കുസ്താക്കാർ കൊണ്ട് നടക്കുന്ന ബൈബിളും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് പോലും അറിയാത്ത, സഭയിലെ കൂദാശകളുടെ എണ്ണം പോലും നിശ്ചയമില്ലാത്ത, അടിസ്ഥാനപരമായ ദൈവശാസ്ത്രത്തിന്റെയോ വിശുദ്ധ ഗ്രന്ഥത്തിന്റെയോ അറിവില്ലാതെ എങ്ങനെയാണ് നമുക്ക് ഈ വിശ്വാസ കൈമാറ്റം സാധ്യമാവുന്നത്? അതുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്ന വാക്കുകൾ അപ്ഡേറ്റ് ചെയ്യപ്പെടണം. വിശ്വാസ പരിശീലകർ അറിവിലും അഭിഷേകത്തിലും വളരുന്ന ഒരു കാലത്താണ് ഈ കൈമാറ്റം കൂടുതൽ കൃത്യവും സുന്ദരവുമായിട്ട് നടത്താൻ പറ്റുന്നത്. പുതിയൊരു അധ്യയന വർഷം, വിശ്വാസ പരിശീലനത്തിന്റെ പുതിയ കാലം നമ്മുടെ മുമ്പിൽ തുറക്കപ്പെടുകയാണ്. ആരാണ് ഈ വിശ്വാസ കൈമാറ്റ പ്രക്രിയയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ? സഭയിൽ അവരുടെ സ്ഥാനം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മുടെ വിശ്വാസ പരിശീലകരെ ആദരവോടെ നോക്കാൻ സഭാ സമൂഹത്തിന് സാധിക്കട്ടെ. തങ്ങളെ വിളിച്ചത് ദൈവമാണെന്നും തങ്ങൾ വഹിച്ചിരിക്കുന്നത് ഒരു ദൈവവിളിയാണെന്നും ആ വിളിയുടെ പരമമായ ലക്ഷ്യം നസ്രായനായ യേശു ഒരു ദീപ്ത സ്മരണയായി അടുത്ത തലമുറകളിൽ നിലനിർത്താനാണെന്നുമുള്ള തിരിച്ചറിവോടുകൂടി ആത്മാവിന്റെ ഈ ശുശ്രൂഷ ചെയ്യാൻ എല്ലാ മതാധ്യാപകർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി പുതിയ വിശ്വാസ പരിശീലന വർഷത്തിന് അതിലേർപ്പെട്ടിരിക്കുന്നവർക്ക്, കുട്ടികൾക്ക്, മാതാപിതാക്കൾക്ക്, മതാധ്യാപകർക്ക് ഹൃദ്യമായ ആശംസകളോടുകൂടി ഈ ആഴ്ചത്തെ എപ്പിസോഡ് അവസാനിപ്പിക്കും. നന്ദി.